ആരെങ്കിലും കാണുമെന്നാ എന്റെ പേടി. ഗ്ലോറിയെ പേടിക്കണ്ട, ഇവിടെ നമ്മളെ രണ്ടുപേരെയും അറിയാവുന്ന ആരും ഉണ്ടാവില്ല. റോണിയുടെ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. വീട്ടിൽ വെച്ച് കാണാന്ന് പറഞ്ഞപ്പോ അത് വേണ്ടാന്ന് പറഞ്ഞത് അതുകൊണ്ടാ. ഇത്രയും നാളും ഗ്ലോറിയും റോണിയും ഒറ്റക്കിട്ടായിരുന്നല്ലോ, ഇപ്പോഴെന്താ ഇങ്ങനെ ഒരു മനംമാറ്റം? ഉള്ളത് പറഞ്ഞ എനിക്ക് ഈ കള്ളത്തരം ചെയ്തും അതിന് കൂട്ടുനിന്നും മടുത്തു. എത്ര നാളെന്ന് കരുതിയ നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യുന്നത്? എല്ലാത്തിനൊരു പരിധിയില്ലേ? റോണിയെ ഒറ്റുകൊടുക്കുകയല്ലേ ഇപ്പോഴീ ചെയ്യുന്നത്? എനിക്ക് ബന്ധമുണ്ടായിരുന്ന റോണിയായിട്ടല്ല, മാനുവലച്ചയനുമായിട്ടാ. അച്ചയനെ ഇല്ലാതാക്കിയത് റോണിയാ. ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. എന്നാലും പറയുക, വലിയൊരു ചതിയനാ റോണി. എന്ത് ചെയ്യാനും മടിക്കത്തില്ല. റോഡി കിടക്കുന്നവനെ വളർത്തി വലുതാക്കി ഈ നിലയിലാക്കിയത് ഇച്ചായനായിരുന്നു. പാല് കൊടുത്ത കൈക്ക് തന്നെ അവൻ കൊത്തി. അതുപോലെ എന്നെ അപകടപ്പെടുത്താൻ അവൻ മടിക്കില്ല. അതുകൊണ്ടാ ഞാൻ എല്ലാം മാഡത്തിനോട് തുറന്നു പറയാന്ന് വിചാരിച്ചത്. എന്തൊക്കെയോ തെളിവുകളുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. താരയെക്കുറിച്ചും ജാനറ്റ് ആൾമാറാട്ടം നടത്തി താരയായതും പിന്നെ ആനിയമ്മയ്ക്ക് ഇല്ലാത്ത അസുഖം ഉണ്ടെന്ന് കാണിച്ച് ചികിത്സിച്ചതിന്റെ എല്ലാ പേപ്പേഴ്സും ഇതിലുണ്ട്. റോണി ഇപ്പൊ എവിടെയുണ്ട്? ഈ സിറ്റി തന്നെയുണ്ട്. എവിടെയാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ഇവിടെ വിട്ട് പോയിട്ടില്ലെന്നുള്ളത് ഉറപ്പാ. ജാനറ്റ് എവിടെയുണ്ടെന്ന് ഗ്ലോറിയയ്ക്ക് അറിയാമോ? അതെനിക്കറിയില്ല. അവള് രക്ഷപ്പെട്ടു പോയതോടുകൂടിയാ റോണിക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ ആയത്. എന്തായിരുന്നു വെപ്രാളം? റോണി ജാനറ്റിനെ കണ്ടുപിടിക്കോ? അതിനുള്ള ശ്രമ. അവള് പഠിച്ച കള്ളിയാ, അത്ര പെട്ടെന്നൊന്നും പിടികൊടുക്കത്തില്ല. ഞാൻ എന്തായാലും ഈ എവിഡൻസ് വെച്ചൊരു കേസ് രജിസ്റ്റർ ചെയ്യാം. ഞാനാ ഇതൊക്കെ തന്നതെന്ന് റോണി ഒരു കാരണവശാലും അറിയരുത് കേട്ടോ. ഇല്ല. ഞാൻ എന്നാ പോട്ടെ. ഗ്ലോറിയ ഒന്ന് നിന്നേ. ആനിയമ്മ എങ്ങോട്ടാ കൊണ്ടുപോയത്? അതെനിക്കറിയില്ല. എല്ലാം റോണിയുടെ ഏർപ്പാടാ. ഗ്ലോറിയ അവിടെ തന്നെയല്ലേ താമസിക്കുന്നത്? റോണി അവിടെ വരികയോ മറ്റെന്തെങ്കിലും അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. ശരി മാഡം. ഈ എവിഡൻസുകൾ വെച്ച് നമുക്ക് വേണമെങ്കിൽ റോണിയെ കസ്റ്റഡിയിലെടുക്കാം. പക്ഷെ അതോടെ ജാനറ്റിനെ കണ്ടെത്താനുള്ള വഴികൾ അടയും. ഞാനും ആ വഴിക്ക് ചിന്തിച്ചു സർ. പക്ഷേ ഇത്രയും എവിഡൻസ് കിട്ടിയിട്ടും നമ്മൾ റോണിയെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാ സർ? റോണിയെ സ്നേഹയ്ക്ക് എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ ജാനറ്റിനെ കിട്ടുക ബുദ്ധിമുട്ടാണ്. അത് ശരിയാ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ജാനറ്റിനെ കിട്ടുക പ്രയാസമുള്ള കാര്യം തന്നെയാ. അപ്പോൾ പിന്നെ റോണി എന്ന ഇരയിട്ട് ജാനറ്റ് എന്ന വലിയ മത്സ്യത്തെ പിടികൂടുക, അതായിരിക്കും ബുദ്ധിപരമായ തീരുമാനം. അതേസമയം റോണി രക്ഷപ്പെടാനും പാടില്ല. മനസ്സിലായി സർ. നമ്മളിപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത് വലിയൊരു ഇഷ്യൂവിന്റെ മധ്യത്തിലാണ്. ചുറ്റുപാടും ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉടനെ ഒരു അറസ്റ്റ് മൂവ്മെന്റ് നടത്തിയാൽ ചിലപ്പോൾ യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെട്ടെന്ന് വരും. അതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യാം. അനുകൂലമായ ചില നീക്കങ്ങൾ നടത്തി മുന്നോട്ടു പോകാം. റോണിയുടെ കാര്യത്തിൽ വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാൻ വഴിയില്ല സർ. ജാനറ്റിനെ കണ്ടെത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ അയാൾക്കുള്ളൂ. ഇപ്പോ അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അതിനുവേണ്ടി തന്നെയാ. റോണിയുടെ മൂവ്മെന്റ്സ് നമ്മൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും തരത്തിൽ അയാൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ ആ നിമിഷം അറസ്റ്റ് ചെയ്തിരിക്കണം. ശരി സർ. റോണി താമസിക്കുന്ന സ്ഥലം ഉടനെ തന്നെ ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള ഏർപ്പാട് ചെയ്യും.